Hello learners, welcome to Sure Question Academy. Please watch the videos, like and subscribe to the channel. നമസ്കാരം. നമുക്ക് ലെൻസുകളുമായി ബന്ധപ്പെട്ട ഈ ഫിസിക്സ് ചോദ്യം ഒന്ന് പരിശോധിക്കാം. ആദ്യം ചോദ്യം നോക്കാം. ഒരു കോൺവെക്സ് ലെൻസിന്റെ താഴത്തെ പകുതി കറുത്ത കടലാസ് കൊണ്ട് മറച്ചിരിക്കുന്നു. ലെൻസിൽ നിന്നും 2f-ൽ വെച്ചിരിക്കുന്ന വസ്തുവിന്റെ പ്രതിബിംബം രൂപപ്പെടുന്നത് കാണിക്കുന്ന ഒരു രേഖാചിത്രം വരയ്ക്കുക. പ്രതിബിംബത്തിന്റെ സ്ഥാനവും സ്വഭാവവും വ്യക്തമാക്കുക. കൂടാതെ ലെൻസിലെ കടലാസ് മാറ്റിയാൽ ലഭിക്കുന്ന പ്രതിബിംബത്തിൽ കാണാൻ കഴിയുന്ന വ്യത്യാസം എന്താണ്? ഉത്തരത്തിന് കൃത്യമായ കാരണം നൽകുക. ശരി. ഇനി നമുക്ക് ഭാഗം എയുടെ ഉത്തരം നോക്കാം. ഇതാണ് ഇതിന്റെ രേഖാചിത്രം. ഇവിടെ ലെൻസിന്റെ താഴത്തെ പകുതി മറച്ചിരിക്കുന്നു. എങ്കിലും ലെൻസിന്റെ മുകളിലത്തെ പകുതിയിലൂടെ കടന്നുപോകുന്ന പ്രകാശരശ്മികൾ പൂർണ്ണമായ ഒരു പ്രതിബിംബം രൂപപ്പെടുത്തുന്നത് നിങ്ങൾക്ക് കാണാം. പ്രതിബിംബം യഥാർത്ഥവും തലകീഴായതും ആയിരിക്കും. മാത്രമല്ല ഇത് ലെൻസിന്റെ മറുവശത്ത് കൃത്യം 2f-ൽ തന്നെ രൂപപ്പെടുന്നു. ഇനി കാണാൻ കഴിയുന്ന വ്യത്യാസം എന്താണെന്ന് നോക്കാം. ലെൻസിലെ കടലാസ് പൂർണ്ണമായും മാറ്റിയാൽ പ്രതിബിംബത്തിന്റെ തിളക്കം വർദ്ധിക്കുന്നു. മറച്ചാലും ഇല്ലെങ്കിലും 2 സാഹചര്യങ്ങളിലും പൂർണ്ണമായ പ്രതിബിംബം തന്നെയാണ് രൂപപ്പെടുന്നത് കേട്ടോ. ഇതിനുള്ള കാരണം ഇതാണ്. ലെൻസിന്റെ ഓരോ ഭാഗവും പൂർണ്ണമായ പ്രതിബിംബം രൂപപ്പെടുത്താൻ സഹായിക്കുന്നുണ്ട്. താഴത്തെ ഭാഗം മറയ്ക്കുമ്പോൾ പ്രകാശരശ്മികളുടെ എണ്ണം കുറയുന്നു. അതിനാൽ പ്രതിബിംബത്തിന്റെ തിളക്കവും സ്വാഭാവികമായി കുറയുന്നു. ഇനി ചോദ്യം ബി പരിശോധിക്കാം. 15 സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള ഒരു കോൺകേവ് ലെൻസിന്റെ പ്രകാശിക കേന്ദ്രത്തിൽ നിന്നും 30 സെന്റിമീറ്റർ അകലെ ഒരു വസ്തു വെച്ചിരിക്കുന്നു. ലെൻസ് സമവാക്യം ഉപയോഗിച്ച് പ്രകാശിക കേന്ദ്രത്തിൽ നിന്നും പ്രതിബിംബത്തിലേക്കുള്ള ദൂരം കണ്ടെത്തുക. ആദ്യം നമുക്ക് നൽകിയിരിക്കുന്ന വിലകൾ എടുത്തെഴുതാം. ഇതൊരു കോൺകേവ് ലെൻസ് ആയതിനാൽ ഫോക്കസ് ദൂരം f -15 സെന്റിമീറ്റർ. വസ്തുവിലേക്കുള്ള ദൂരം u -30 സെന്റിമീറ്റർ. ഇനി നമുക്ക് ലെൻസ് സമവാക്യം ഉപയോഗിക്കാം. 1/f = 1/v കുറയ്ക്കണം 1/u. നൽകിയിരിക്കുന്ന വിലകൾ സമവാക്യത്തിൽ നൽകുമ്പോൾ 1/-15 = 1/v കുറയ്ക്കണം 1/-30. ചിഹ്നങ്ങൾ ലഘൂകരിക്കുമ്പോൾ 1/-15 = 1/v അധികം 1/30. 1/v കണ്ടെത്താൻ നമുക്ക് സമവാക്യം 1 ക്രമീകരിക്കാം. അപ്പോൾ 1/v = -1/15 കുറയ്ക്കണം 1/30. മൈനസ് ചിഹ്നം പൊതുവായി പുറത്തെടുത്താൽ 1/v = -1/15 അധികം 1/30. ഛേദം 30 ആക്കാൻ വേണ്ടി ആദ്യത്തെ പദത്തിന്റെ അംശത്തെയും ഛേദത്തെയും 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നമുക്ക് -2/30 അധികം 1/30 എന്ന് ലഭിക്കും. അംശങ്ങൾ കൂട്ടുമ്പോൾ -3/30. ഇതൊന്ന് ലഘൂകരിച്ചാൽ -1/10 എന്ന് കിട്ടും. ഇതിന്റെ വ്യുൽക്രമം എടുത്താൽ v = -10 സെന്റിമീറ്റർ എന്ന് ലഭിക്കുന്നു. അതായത് പ്രകാശിക കേന്ദ്രത്തിൽ നിന്നും പ്രതിബിംബത്തിലേക്കുള്ള ദൂരം 10 സെന്റിമീറ്റർ ആണ്. മൈനസ് ചിഹ്നം സൂചിപ്പിക്കുന്നത് വസ്തുവിരിക്കുന്ന അതേ വശത്ത് തന്നെയാണ് പ്രതിബിംബവും രൂപപ്പെടുന്നത് എന്നാണ്. വളരെ മികച്ച രീതിയിൽ നാം ഈ പ്രശ്നം പരിഹരിച്ചു. നന്ദി. ഹാപ്പി ലേണിംഗ്.